കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ്. ജനുവരി 12-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചാണ് നോട്ടീസ്. നോട്ടീസ് അയക്കുന്നത് നേരത്തെ ഹൈക്കോടതി തടഞ്ഞിരുന്നു. ഇഡി നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന് വിമർശിച്ച തോമസ് ഐസക് മസാല ബോണ്ട് കേസിലാണ് വിളിച്ചുവരുത്തുന്നതെന്ന് പറയാൻ ഇഡിക്ക് 1.5 വർഷം വേണ്ടിവന്നതായും വിമർശിച്ചു. ഈ മാസം 12-ന് തോമസ് ഐസക്കിനോട് ഹാജരാകാൻ ഇ ഡി ആവശ്യപ്പെടുമ്പോൾ അതിലൂടെ ഇ ഡി വ്യക്തമാക്കുന്നത് മസാല ബോണ്ടിലുള്ള അന്വേഷണം ഇത് അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡി അയച്ച സമൻസിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ തോമസ് ഐസക് എത്തിയിരുന്നു. അന്ന് തോമസ് ഐസക്കിന് ഏതാണ്ട് അനുകൂലമാവുന്ന രീതിയിൽ തന്നെയായിരുന്നു ഹൈക്കോടതി കേസ് നിരീക്ഷിച്ചത്. കാരണം ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ഈ മസാല ബോണ്ടിലുള്ള അന്വേഷണമാണെങ്കിൽ കിഫ്ബി തന്നിരിക്കുന്ന നോട്ടീസിൽ പറയുന്നത് തന്റെ വ്യക്തിപരമായ വിവരങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ചാണ് ഈ നോട്ടീസ് ഭൂരിഭാഗവും വ്യക്തമാക്കുന്നത്. അത് തന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലുള്ള ഇ ഡിയുടെ ഒരു കടന്നുകയറ്റം തന്നെയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത് എന്നതായിരുന്നു തോമസ് ഐസക് ഹൈക്കോടതിയിലടക്കം ബോധിപ്പിച്ചിരുന്നത്. ഹൈക്കോടതിയും ഏതാണ്ട് അത് ശരിവെക്കുകയും ചെയ്തു. കാരണം ഈ നോട്ടീസ് പരിശോധിക്കുമ്പോൾ തോമസ് ഐസക്കിന്റെ വ്യക്തിഗത വിവരങ്ങളാണ് ഇതിൽ മസാല ബോണ്ടിനേക്കാൾ അധികം ആയിട്ട് ചോദിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഹൈക്കോടതിക്കും അതിൽ ശരിവെക്കേണ്ട അടക്കമുള്ള കാര്യങ്ങൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇ ഡി നോട്ടീസ് പിൻവലിച്ചിരുന്നു. പക്ഷേ അന്വേഷണം തുടരുന്നതിൽ യാതൊരു തടസ്സവുമില്ല എന്ന നിയമോപദേശം ഇ ഡിക്ക് ലഭിച്ചു. ഹൈക്കോടതിയും അത് ശരിവെക്കുകയും ചെയ്തു. തുടർന്ന് കുറച്ചു നാളത്തേക്ക് ഇത് സംബന്ധിച്ച് യാതൊരു കാര്യങ്ങളിലും നടപടികൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് വീണ്ടും ഇ ഡി നോട്ടീസ് അയക്കാൻ തീരുമാനിക്കുക. ഇപ്പോൾ നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് തോമസ് ഐസക്കിന്റെ പ്രതികരണം ഇത് രാഷ്ട്രീയപരമായ നീക്കം തന്നെയാണ്. അത് ആ രീതിയിൽ തന്നെ കാണുന്നു. ഇതിനെ രാഷ്ട്രീയപരമായി തന്നെ നേരിടുന്നു, ഒപ്പം തന്നെ നിയമപരമായി തന്നെ നേരിടുന്നു. തന്റെ കൂടി സൗകര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ആയിരിക്കും ഇക്കാര്യത്തിൽ ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ നോട്ടീസിന് ഹാജരാകുമെന്നതാണ് തോമസ് ഐസക് പറയുന്നത്. 12-ാം തീയതി ഹാജരാവണം എന്നുള്ളതാണ്. നമ്മുടെ സൗകര്യം കൂടി നോക്കിയിട്ട് അതിനുള്ള റിപ്ലൈ കൊടുക്കും. ഏതായാലും നേരത്തെ ഉള്ള ഇന്നൊരു വ്യത്യാസമുണ്ട് നോട്ടീസിൽ. അന്ന് എന്റെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ വിവരങ്ങളും വാരി വലിച്ചു കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള പരാമർശമൊന്നുമില്ല. ചില ക്ലാരിറ്റി അവർക്ക് വരുത്താൻ വേണ്ടി എന്നെ വിളിച്ചിരിക്കുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡി വീണ്ടും നോട്ടീസ് അയച്ചതോടെ ഈ കേസിൽ മസാല ബോണ്ട് വിഷയം വീണ്ടും സജീവമാകുകയാണ്. ഇത് രാഷ്ട്രീയപരമായ ഒരു നീക്കമെന്ന് തന്നെ തുടക്കത്തിൽ തന്നെയും CPM-ഉം ഇടതുപക്ഷവും എല്ലാം തന്നെ ഈ കേസിനെ കണ്ടതും ആ രീതിയിൽ തന്നെയാണ്. വീണ്ടും ഇ ഡി നോട്ടീസ് അയക്കുന്നതിലൂടെ രാഷ്ട്രീയപരമായിട്ട് തന്നെ ഇ ഡി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയുള്ള ആക്ഷേപങ്ങൾ വീണ്ടും ഉയർന്നു വരികയാണ്. അത്തരം ആക്ഷേപങ്ങളും അത്തരം ചർച്ചകളും രാഷ്ട്രീയ ചർച്ചകളും വീണ്ടും സജീവമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും തോമസ് ഐസക് 12-ന് ഹാജരാകുമോ എന്നതാണ് അദ്ദേഹം നൽകുന്ന മറുപടി. അത് ഏത് രീതിയിലായിരിക്കും എന്നതാണ് ഇ ഡിക്ക് നൽകുന്ന മറുപടി എന്തായിരിക്കും എന്നതാണ് ഇനി അറിയേണ്ടത്.